ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ചിന് ഒരു ലൈഫ് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഒന്ന് കൺഫ്യൂഷൻ അടിക്കും. അതായത് ഒരു ക്ലച്ചിന് എത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കും? ഇങ്ങനെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അതൊന്ന് ക്ലിയർ ചെയ്യാം. കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വാഹനത്തിന് ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ വരെ ക്ലച്ച് കിട്ടിയിട്ടുണ്ട്. ചിലർ പറയും എന്റെ വാഹനത്തിന് 40 ഓടി, ഇനി ക്ലച്ച് അങ്ങ് മാറിയാലോ? മാറിയാലോ എന്നാ ചോദിക്കുന്നത്. മാറിയാലോ? പിന്നെ ചിലര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാഹനത്തിന് ക്ലച്ചിന് ഭയങ്കര കട്ടിയാണ്. ഏകദേശം 20,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇത്രയും കട്ടിയാവും? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ചിന്റെ ഓരോ സിംപ്റ്റംസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ക്ലച്ചിന്റെ ലൈഫ് എത്രയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? നല്ലൊരു സംശയം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും 2 ലക്ഷം കിലോമീറ്റർ കിട്ടിയ ഒരു ക്ലച്ചിന്റെ ലൈഫ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2 ലക്ഷം കിലോമീറ്റർ ഒരു ക്ലച്ചിന് കിട്ടുമോ? 3 വരെ കിട്ടാം. കിട്ടാം. കിട്ടിയ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്ത് പറഞ്ഞതിന്റെ കാര്യം. ഒരു ഡിസയർ ഡീസൽ വാഹനത്തിനാണ് 3 ലക്ഷം കിട്ടിയിരിക്കുന്നത്. പോട്ടെ, അത് നമുക്ക് മാറ്റി വെക്കാം. അത് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടാണ് 1 ലക്ഷം വരെ കിട്ടാത്തത്? അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം 1 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. ബാക്കി പലരും 60, 80, 90 ആ റേഞ്ച് വരെയൊക്കെ മാക്സിമം പോയതിനു ശേഷം മാറേണ്ടി വരുന്നത്. ചിലര് 40-ൽ മാറുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? വാഹനത്തിന്റെ കംപ്ലൈന്റ് കൊണ്ടാണോ? ക്ലച്ചിന്റെ കംപ്ലൈന്റ് കൊണ്ടാണോ? അതോ നമ്മൾ ഓടിക്കുന്നതിന്റെ പ്രശ്നം കൊണ്ടാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ചിന് കംപ്ലൈന്റ് വരുന്നത്. അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് അല്ല, ലൈഫ് കുറയുന്നതിന്റെ കാര്യം. കാരണം എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, എനിക്ക് സിറ്റി ഡ്രൈവ്സ് ആണ് കൂടുതൽ, അങ്ങനെയാണെങ്കിൽ ക്ലച്ചിന് വെയർ കൂടുതൽ. 100% ക്ലച്ചിന് വെയർ കൂടും. പക്ഷെ സിറ്റി ഡ്രൈവ്സ് ആണെങ്കിൽ പോലും നമുക്ക് ക്ലച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. നിങ്ങൾ ആ രീതിക്ക് നോക്കി ചെയ്യാത്തതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അത് ഞാൻ ആദ്യം തന്നെ തുടങ്ങാം. ഒരു സിറ്റി ഡ്രൈവിൽ ഓടിക്കുന്ന ഒരു വ്യക്തി ട്രാഫിക്കിലൊക്കെ നിർത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് വാഹനത്തിന്റെ ക്ലച്ച് ചവിട്ടി പിടിച്ച് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 100% നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ച് ഹീറ്റ് ആകാനുള്ള ചാൻസ്, അതായത് ചൂട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ചൂട് കൂടുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ചിന് തേയ്മാനം കൂടും. ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ് ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ക്ലച്ച് ഹാർഡാവും. ക്ലച്ചിന്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ട്രാഫിക്കിലൊക്കെ നിർത്തുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ട്രാഫിക് സിഗ്നലൊക്കെ നിർത്തിയിടുന്ന സമയത്ത് ഉറപ്പായിട്ടും വാഹനം ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. സിറ്റിയിൽ ഓടുന്ന സമയത്ത് കഴിവതും നമ്മൾ ഗിയർ ടോപ്പിലോട്ട് വരാതെ ലോവർ ഗിയേഴ്സിൽ തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് ഗിയറിൽ തന്നെ പതുക്കെ ക്ലച്ചിന്ന് കാൽ എൻഗേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം മുമ്പോട്ട് പൊക്കോളും. എരപ്പിച്ച് നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ചിലരെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഗിയറിലോട്ട് ഇടും, വാഹനം അനങ്ങി പോലും തുടങ്ങി കാണത്തില്ല. സെക്കൻഡ് ഗിയറിലിട്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലെടുത്ത് ആക്സിലേറ്റർ റേസ് ചെയ്ത് അങ്ങ് കയറ്റും. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ശരിക്കും സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ലച്ചിന് വെയർ കൂടും, ചൂട് കൂടും. അല്ലാതെ നമുക്ക് മൈലേജോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതായത് സെക്കൻഡ് ഗിയറിലിട്ട് ഓടിച്ചാൽ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഫസ്റ്റിനെ അപേക്ഷിച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, സിറ്റിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കേണ്ട സ്ഥാനത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ഒരു കാരണവശാലും സെക്കൻഡ് ഇട്ട് എൻഗേജ് ചെയ്ത് എടുക്കാൻ പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിറ്റി ഡ്രൈവ്സിൽ നോക്കുകയാണെങ്കിൽ സിറ്റിയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലും മൈലേജ് കൂടുതലും കിട്ടും. ക്ലച്ചിന്റെ ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സാധാരണ ഒരു ഹൈവേയിലൊക്കെ ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ലൊരു റോഡിലൊക്കെ ഓടുന്ന സമയത്ത് കഴിവതും നിങ്ങൾ ടോപ്പ് ഗിയേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് RPM കയറ്റാതെ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരുപാട് RPM എന്ന് ഞാൻ പറഞ്ഞു, അതായത് ഒട്ടും RPM ഇല്ലാതെ എന്നല്ല. ഏകദേശം നോർമൽ റോഡ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2000 2500 RPM കഴിയുമ്പോഴത്തേക്കും ഓരോ ഗിയേഴ്സും ഷിഫ്റ്റ് ചെയ്തോണം. ഒരു കാരണവശാലും ക്ലച്ചിന്റെ മുകളിൽ പേടിച്ചിട്ടാണെങ്കിൽ പോലും കാല് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ക്ലച്ചിന്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുക. ഡ്രൈവിംഗ് വിത്ത് ക്ലച്ച്, അല്ലെങ്കിൽ ക്ലച്ചിന്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, പലരും പറയും ഞാൻ തൊട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ വെറുതെ വെച്ചാൽ പോലും അവിടെ ചെറിയ രീതിക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഹീറ്റ് കൂടും, ക്ലച്ചിന് വെയർ കൂടും. ക്ലച്ച് ഇങ്ങനെ അടുത്തിരിക്കേണ്ട സാധനം ചെറുതായിട്ടെങ്കിലും ഒന്ന് അകലാനുള്ള ഒരു ടെൻഡൻസി അതിന് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും, ക്ലച്ചിന്റെ പുറത്ത് കാല് വെക്കുന്നതാണെങ്കിലും, സെക്കൻഡ് ഗിയറിലിട്ട് എടുക്കുന്നതാണെങ്കിലും, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ച് ലൈഫ് നിങ്ങൾക്ക് തന്നെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിക്ക് വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഉറപ്പായിട്ടും ക്ലച്ചിന്റെ ലൈഫ് കൂട്ടാൻ സാധിക്കുന്നതാണ്. മൈലേജും കൂടുതൽ കിട്ടുന്നതാണ്.